ലോക ചരിത്രത്തിൽ സമാനതകളില്ലാത്ത ഒരു യുദ്ധ കുറ്റകൃത്യത്തിന്റെ അനന്തര ഫലങ്ങളാണ് ഗസയിൽ ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. തണുപ്പ് അതിശക്തമായിക്കൊണ്ടിരിക്കുന്ന ഈ ഘട്ടങ്ങളിൽ ഒന്ന് തലവെച്ച് കിടന്നുറങ്ങാൻ പോലും ഇടമില്ലാത്ത പാവപ്പെട്ട അഭയാർത്ഥികളായ ആളുകൾ. ശക്തമായ കാറ്റടിക്കുന്ന സമയം കൂടെയാണ്. ടെന്റുകൾ പോലും നിലനിൽക്കാത്ത ഒരു സാഹചര്യം ഒരു ഭാഗത്ത്, മറ്റൊരു ഭാഗത്ത് അവരുടെ ടെന്റുകൾ കടലെടുത്തുകൊണ്ടിരിക്കുകയാണ്. പാവപ്പെട്ട നിരപരാധികളായ ഈ ആളുകളെ എന്തിനാണ് ഇസ്രയേലിൻ്റെ പ്രധാനമന്ത്രി നെതന്യാഹു ശിക്ഷിക്കുന്നത് എന്ന പ്രധാനപ്പെട്ട ഒരു ചോദ്യമുണ്ട്. ആ ചോദ്യത്തിൻ്റെ ഉത്തരമാണ് കഴിഞ്ഞ ദിവസം അന്താരാഷ്ട്ര കോടതിയിൽ നിന്ന് വന്നിരിക്കുന്നത്. അദ്ദേഹം ഒരു വൻ കുറ്റം ചെയ്ത ലോക ക്രിമിനലാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് ഇപ്പോൾ അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചിരിക്കുകയാണ്. ഈ ഗസയിലെ കാഴ്ച കണ്ണു നിറയാതെ കാരുണ്യമുള്ള ഒരാൾക്ക് കാണാൻ കഴിയില്ല. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ. صار انه على البحر كثير طولنا من غزه من شمال غزه وهلقيتها هينا رجعنا بطولنا برضه بتستنى اي جهه معينه تيجي تنقلنا على مخيمات او تعمل اي شيء. കഴിഞ്ഞ ദിവസം കിടന്നുറങ്ങുന്ന സമയത്ത് കടലെടുത്തതാണ് പാവപ്പെട്ട ഈ അഭയാർത്ഥികളുടെ ടെന്റുകൾ. കടലെടുത്തുപോയ ടെന്റുകൾക്കരികിൽ നിന്ന് ഗസയിലെ പാവപ്പെട്ട അഭയാർത്ഥികൾ ലോകത്തോട് അവരുടെ സങ്കടം വിളിച്ചു പറയുകയാണ്. നിങ്ങളുടെ കൂട്ടത്തിൽ അന്താരാഷ്ട്ര തലങ്ങളിൽ കാരുണ്യമുള്ള ഒരു മനസ്സുമില്ലേ, കാരുണ്യമുള്ള ഒരു മനസ്സുള്ള ഒരു വ്യക്തിയുമില്ലേ എന്ന് അവർ ഒരുമിച്ച് ഉറക്കെ ചോദിക്കുകയാണ്. بواسل قرارة نال منها ما نال أوقع منها ما أوقع سهم الأطفال والنساء. نقول للجهات المختصة لكل المسؤولين وين بدنا نروح؟ وين بدنا نروح؟ وين بدنا نروح؟ أليس فيكم رجل رحيم؟ أليس فيكم؟ ഈ കടലെടുത്തു പോയ ടെന്റുകൾക്ക് മുന്നിൽ നിന്ന് ഞങ്ങൾ ലോകത്തോട് ഈ കാര്യങ്ങളുടെയൊക്കെ ഉത്തരവാദിത്വം ലോകത്ത് നോക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവരോട് ഞങ്ങൾ ചോദിക്കുന്നത് ഞങ്ങൾ എങ്ങോട്ടാണ് ഇനി പോകാനുള്ളത് എന്നാണ്. നിങ്ങളുടെ കൂട്ടത്തിൽ കാരുണ്യമുള്ള ഒരു മനുഷ്യനുമില്ലേ എന്ന് അവർ ഉറക്കെ വിളിച്ചു പറയുകയാണ്. أليس فيكم من يتحسس أوجاع الناس؟ أليس يتبع الناس؟ كفى كفى وكفى حسبنا الله ونعم الوكيل. وين بدنا نروح؟ ماذا تنتظرون؟ ماذا تريدون؟ الناس الأطفال. പല തവണ ടെന്റുകൾ കെട്ടി ടെന്റുകൾ കാറ്റിലും കടലെടുത്തു പോയതിൻ്റെയും സങ്കടം പറഞ്ഞുകൊണ്ട് ആ ടെന്റിലുണ്ടായിരുന്ന ചെറിയ വിരിപ്പുകളും അതുപോലെ അവരുടെ അനിവാര്യമായ കാര്യങ്ങൾക്ക് ആവശ്യമായ സാമഗ്രികളും നഷ്ടപ്പെട്ടതിൽ വിലപിക്കുന്ന പാവപ്പെട്ട ഒരു ഉമ്മയാണ് നമ്മുടെ മുന്നിൽ കാണുന്നത്. ما يفي شيء تحت مناديب تحت ما تستاهل علينا يا جد لقيت كل هذه العفشه. വിരിപ്പ് പോയ സങ്കടമാണ് ഈ സഹോദരി പറയുന്നത്. ഒരു വിരിപ്പെന്ന് പറയുന്നത് നമുക്കൊന്നുമല്ല. നമുക്ക് ലക്ഷക്കണക്കിന് മൂല്യം വരുന്ന വസ്തുക്കളെക്കാൾ അവർക്കിപ്പോൾ ഏറ്റവും പ്രിയപ്പെട്ടതാണ് അവരുടെ ഈ ചെറിയ വിരിപ്പുകളും അവരുടെ ഈ തണുപ്പിന് ഉപയോഗിക്കുന്ന കോട്ടുകളുമല്ല. وخيمتي كلها واقعة وولادي غرقانين وأنا غرقنا مش عارفين وين نروح. كله طار مش عارفين كله انقلب كله راح مش عارفين ايش نسوي مش عارفين اروح ما
شاطئ بحر مدينة خان يونس. هذه يتبقى خيام النازحين. خيرتك يا حج هذه؟ والله يا اخو موت ثلج حصحى والله حصحى ثلج مش إن اي حرمات اي حاجه ثلج كله انسحب البحر كله انسحب والله الليله ما نمت ما نمت شبت طول الليل البحر في الخيام نمت برا والهواء ശക്തമായ തണുപ്പും ശക്തമായ കാറ്റും അതോടൊപ്പം കടലിൻ്റെ കടലാക്രമണവും കാരണം കഴിഞ്ഞ ദിവസം ഉറങ്ങിയിട്ടില്ല. എൻ്റെ സഹോദരൻ ശൈത്യം കാരണം മരണപ്പെട്ടു പോയി. ഇങ്ങനെയുള്ള വലിയ വലിയ കാര്യങ്ങളാണ് അവർക്ക് മുന്നിൽ അവർ സമൂഹത്തോട് വേവലാതിയായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇവർക്ക് ഇത്രയും വലിയ പ്രയാസം അനുഭവപ്പെടാനുള്ള കാരണം ആളുകൾ അവരെ സഹായിക്കാത്തതുകൊണ്ടല്ല. അവർക്ക് ആവശ്യമായ സഹായ വസ്തുക്കൾ ധാരാളം ടണ്ണ് കണക്കിന് വാഹനങ്ങളിൽ കെട്ടിക്കിടക്കുകയാണ്. പക്ഷേ മനുഷ്യത്വമില്ലാത്ത ഒരു വിഭാഗം അങ്ങോട്ട് ഇത്തരത്തിലുള്ള സഹായം എത്തിക്കുന്നത് തടഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഈ വലിയ ദുരന്തം അനുഭവിക്കുന്നത്. യഥാർത്ഥത്തിൽ ഫലസ്തീനിലുള്ള ഗസയിലുള്ള ഹമാസിനെ തുരത്താൻ കഴിയുന്നില്ല. ഇസ്രായേലിൻ്റെ അധിനിവേശ സൈന്യം ഹമാസുമായിട്ടുള്ള ഏറ്റുമുട്ടലിൽ എണ്ണം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് പരിക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അവർക്ക് ഹമാസിനെ കാണാൻ കഴിയുന്നില്ല. ഹമാസിനോട് പ്രതികാരം ചോദിക്കാൻ കഴിയുന്നില്ല. പക്ഷേ അങ്ങാടിയിൽ തോറ്റതിന് അടുക്കളയിൽ എന്ന് പറഞ്ഞ പോലെ കിട്ടുന്നവരെയൊക്കെ കൊല്ലുകയാണ്, കിട്ടുന്നവരെ പട്ടിണിക്കിടുകയാണ്. ഇതാണ് അവർക്ക് ഏറ്റവും എളുപ്പമുള്ള വഴി. ഹമാസിനെയോ അല്ലെങ്കിൽ ലബനാനിലുള്ള ഹിസ്ബുള്ളയോടോ യുദ്ധം ചെയ്യുന്നതിലുപരി അതിലേറെ സുഖം ഈ പാവപ്പെട്ട ആളുകളെ കൊല്ലുകയാണ്, അവരെ ഭക്ഷണമില്ലാതെ പട്ടിണിക്കിടുകയാണ്, അവർക്ക് ദുരന്തം വാരി നൽകുകയാണ്. കഴിഞ്ഞ ദിവസം ഗസയിലെ ടെൻറ്റുകളിലുണ്ടായ സാഹചര്യമാണിത്. ഈ ഒരു കാലാവസ്ഥ കണ്ടാൽ തന്നെ നമുക്കറിയാം അതിശക്തമായ ശൈത്യം കടന്നു വരുന്നതാണ് ഈ കാണുന്നത്. ഗൾഫ് നാടുകളിലൊക്കെ ജോലി ചെയ്ത ആളുകൾക്കറിയാം അതിശക്തമായ ശൈത്യം ഉണ്ടാകുന്ന ഘട്ടങ്ങളിലാണ് ഇത്രയും ശക്തമായ കാറ്റടിച്ചുകൊണ്ടിരിക്കാറുള്ളത്. അതോടൊപ്പം ഗസയുടെ പല ഭാഗങ്ങളിലും അതിശക്തമായ മഴയും വർഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ടെൻറ്റുകൾക്ക് എങ്ങനെ മഴയെ പ്രതിരോധിക്കാൻ കഴിയും? خرجنا ميه واحنا نايمين الليله فجاه هيك صار فجاه دمرت برضه الخيمه بقت كبيره الان بقت البحر شارب بحر شارب ولا شيء في البحر. هاي تفضل ولا شيء في الخيمه ضل فراش محرمات حتى الخبز حتى كل شيء. വിശപ്പടക്കാൻ വേണ്ടി ഞങ്ങൾ ശേഖരിച്ചു വെച്ചിരുന്ന റൊട്ടികൾ പോലും കടലെടുത്തു പോയി. കഴിഞ്ഞ രാത്രി ഓർക്കാത്ത സമയത്ത് പെട്ടെന്നായിരുന്നു കടലാക്രമണം ഉണ്ടായത് എന്നാണ് ഈ പ്രായം ചെന്ന ഈ കാരണവർ പറയുന്നത്. എന്നാൽ യുദ്ധ കുറ്റകൃത്യം ഇവിടെയൊന്നും അവസാനിക്കുന്നില്ല. ഈ ആളുകൾ ഇങ്ങനെയും പ്രയാസപ്പെട്ട് ഈ ടെൻറ്റുകളിൽ കഴിയുമ്പോൾ അവിടെ പോലും മിസൈലാക്രമണം നടത്തുന്ന ആളുകളുടെ മനസ്സ് എത്രമാത്രം ക്രൂരമാണ്, അല്ലെങ്കിൽ അവർക്ക് യഥാർത്ഥത്തിൽ ഒരു അറസ്റ്റ് വാറണ്ട് മാത്രം മതിയോ എന്ന കാര്യമാണ് ലോകത്ത് ഇന്ന് ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്ന ചോദ്യം. അതാണെന്ന് ഇറാന്റെ പരമോന്നത നേതാവ് പറഞ്ഞിരിക്കുന്നത്. അറസ്റ്റ് വാറണ്ട് അല്ല, അദ്ദേഹത്തിന് വധശിക്ഷയാണ് അന്താരാഷ്ട്ര കോടതി നൽകേണ്ടത് എന്ന്. ഇത് വെറുതെ പറയുകയല്ല, ഈ ദൃശ്യങ്ങൾ ഈ കാര്യം വിളിച്ചു പറയുകയാണ്. ഈ ടെൻറ്റുകളിൽ ജീവിക്കുന്ന ആളുകളുടെ തലക്ക് മീതെ വന്നു വീഴുന്ന അതിശക്തമായ മിസൈലുകൾ നിങ്ങൾക്ക് കാണാം.
ഇനി നിങ്ങൾ പറയുക, ഇത്രത്തോളം മനസ്സ് മരവിച്ച പാറകഷ്ണങ്ങളെപ്പോലുള്ള മനസ്സുള്ള ആരെങ്കിലും ലോകത്ത് വേറെ ഉണ്ടായിരിക്കുമോ? ഏത് മതക്കാരാവട്ടെ, ഏത് നാട്ടുകാരാവട്ടെ. പക്ഷെ ഇത്രയും മനസ്സ് ഉറച്ചുപോയ, കാരുണ്യമില്ലാത്ത, ദയയില്ലാത്ത മനസ്സിനെ നമുക്ക് കാണാൻ കഴിയുമോ? ഈ കാണുന്നത് മുകളിൽ നിന്നും സഹായം എത്തിച്ചു കൊടുക്കുകയാണ്. പക്ഷെ ഇങ്ങനെയുള്ള ഒരു സാഹചര്യം ഗസയിലുണ്ടോ? ഗസ യഥാർത്ഥത്തിൽ ഒരു ദ്വീപായിരുന്നോ? അങ്ങോട്ട് വാഹനങ്ങൾ അല്ലെങ്കിൽ ചരക്കുമായി എത്തുന്ന വാഹനങ്ങൾക്ക് അങ്ങോട്ട് കടക്കാൻ എന്തെങ്കിലും പ്രയാസമുണ്ടോ? ദ്വീപായതുകൊണ്ടല്ല, പക്ഷേ അധിനിവേശ സൈന്യം അങ്ങോട്ട് ഒന്നും കടന്നു പോകാൻ അനുവദിക്കുന്നില്ല എന്നതാണ് ഏറ്റവും വലിയ പ്രശ്നം. ലോകത്ത് എത്രയോ രാഷ്ട്രങ്ങളിൽ യുദ്ധങ്ങളുണ്ട്. പക്ഷേ ആ നാടുകളിലുള്ള സാധാരണക്കാരായ ആളുകൾക്ക് ഭക്ഷണവും വെള്ളവും നിഷേധിക്കുന്ന, അടിസ്ഥാന സൗകര്യം നിഷേധിക്കുന്ന ഏതെങ്കിലും ഒരു ഭരണാധികാരി നിങ്ങളുടെ ചരിത്രത്തിൽ കടന്നുപോയത് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ഇല്ല എങ്കിൽ ഒരു പുതിയ ചരിത്രം ഇവിടെ തുന്നിച്ചേർക്കുകയാണ് നെതന്യാഹു. പാവപ്പെട്ട ആളുകളുടെ ഈ പിടിച്ചു നിൽക്കാൻ കഴിയാത്ത വളരെ ദുർബലമായ ടെൻറ്റുകൾക്ക് മുകളിലൂടെയാണ് ഈ സഹായങ്ങൾ വീണ് അവരുടെ ടെൻ്റടക്കം പൊളിഞ്ഞു പോകുന്നത്. ലോകത്തുള്ള മൊത്തം മനുഷ്യ സമൂഹത്തെയും വെല്ലുവിളിച്ചുകൊണ്ടാണ് ഇസ്രയേലിൻ്റെയും അമേരിക്കയുടെയും നേതൃത്വം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അമേരിക്കയുടെയും ഇസ്രയേലിൻ്റെയും നേതൃത്വത്തിനെതിരെ അന്താരാഷ്ട്ര കോടതിയിൽ നിന്ന് ഒരു അറസ്റ്റ് വാറണ്ട് വന്നു എന്നാൽ തന്നെ അത്രമാത്രം അത് ഭീകരമായതുകൊണ്ടാണ് എന്ന് നമുക്ക് ഉറച്ചു മനസ്സിലാക്കാൻ കഴിയും. കാരണം നീതി അനീതിയും അനീതി നീതിയുമാക്കുന്ന ഒരു നേതൃത്വത്തിനെതിരെയാണ് ഈ അന്താരാഷ്ട്ര കോടതിയിൽ നിന്ന് ഇങ്ങനെ ഒരു വിധി വന്നിരിക്കുന്നത്. അതിനർത്ഥം ഈ ക്രിമിനൽ കരയിലും കടലിലും അന്തരീക്ഷത്തിലും കുറ്റകൃത്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നാണ്. എന്നാൽ ഇതൊക്കെയും ചെയ്യുമ്പോൾ തൻ്റെ സൈന്യത്തിനോ തൻ്റെ സംവിധാനങ്ങൾക്കോ അവിടെയുള്ള അവരുടെ എതിരാളികളെ കീഴ്പ്പെടുത്താൻ കഴിയുന്നുണ്ടോ? അല്പം പോലും സാധിക്കുന്നില്ല. ഇന്ന് വന്നുകൊണ്ടിരിക്കുന്ന വാർത്ത ലെബനാനിൽ വെടിനിർത്താൻ പോകുന്നു എന്നാണ്. നെതന്യാഹുവിൻ്റെ വളരെ പ്രധാനപ്പെട്ട വക്താവ് തന്നെയാണ് ഈ കാര്യം പറയുന്നത്. ചർച്ചകളിലേക്ക് പോവുകയാണത്രേ. കാരണം ഇന്ന് തന്നെ ഖിയാം എന്നറിയപ്പെടുന്ന ലെബനാൻ ഇസ്രയേലിൻ്റെ അതിർത്തിയിൽ ലെബനാനിലെ ഹിസ്ബുള്ള തകർത്തിരിക്കുന്നത് ഇസ്രയേലിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട 4 മെർക്കോബ ടാങ്കുകളാണ്. ഈ ടാങ്കുകൾ തകർക്കാൻ അൽമാസ് എന്നറിയപ്പെടുന്ന ഇറാൻ്റെ ആൻറ്റി ടാങ്ക് മിസൈലുകളാണ് ഉപയോഗിക്കുന്നത്. ആ മിസൈലുകൾ ഉപയോഗിച്ച് ടാങ്ക് പൊട്ടിത്തെറിച്ചാൽ അതിൻ്റെ ഉള്ളിലുള്ള സൈനികർക്ക് പോലും രക്ഷപ്പെടാൻ കഴിയാത്ത അത്രയും പ്രഹരം അതിനുണ്ടാകുമെന്ന കാര്യം ഉറപ്പാണ്. ഇങ്ങനെ തിരിച്ചടി ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്ന നെതന്യാഹുവും അദ്ദേഹത്തിൻ്റെ സൈനികരും പാവപ്പെട്ട ജനങ്ങളെ കൊന്നു തള്ളി ഇതൊരു വിജയമായി ലോക സമൂഹത്തിന് മുന്നിൽ ചിത്രീകരിക്കാനാണ് ശ്രമിക്കുന്നത്.